നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ കുറച്ച് ആപ്ലിക്കേഷൻസിൻ്റെ നല്ല ആപ്ലിക്കേഷൻസിൻ്റെ ഒരു ചെറിയ റിവ്യൂ അല്ലെങ്കിൽ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഉപകാരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു 5-6 ആപ്ലിക്കേഷൻസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല അടിപൊളി ഗെയിമിംഗ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു ആപ്ലിക്കേഷനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് മിൻറ്റ് AI എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ എൻഹാൻസറാണ്. അതായത് പഴയ കാലത്തെ ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി കൂട്ടുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കാർട്ടൂണും, അതായത് ഒരു ഫോട്ടോ കാർട്ടൂൺ ആക്കുന്ന സെറ്റപ്പിലാക്കി മാറ്റുക, അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോ എൻഹാൻസ് ചെയ്യുക, അതിൻ്റെ ഫോട്ടോയുടെ ക്ലാരിറ്റി കൂട്ടുക, അതുപോലെ തന്നെ പഴയ ഫോട്ടോസ് റീസ്റ്റോർ ചെയ്യുക, അതായത് പഴയ ഫോട്ടോസിൻ്റെ ആ ഒരു ക്ലാരിറ്റിയെ കൂട്ടി സെറ്റപ്പാക്കി എടുക്കുക. അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത പോലെ, നമ്മൾ ചുമ്മാ വാട്ടർ പെയിൻറ്റ് ചെയ്ത പോലെ ഫോട്ടോസ് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് കളർഫുൾ ആക്കാം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഫോട്ടോയിലുള്ള വരയും കുറയും മടക്കിൻ്റെ പാടുകളൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കുക. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അടങ്ങുന്ന നല്ലൊരു ഫോട്ടോ എൻഹാൻസർ ആപ്ലിക്കേഷനാണ് മിൻറ്റ് AI എന്ന് പറയുന്നത്. ഇതിന് ഒരു പ്രോ വേർഷൻ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ആ ഒരു പ്രോ വേർഷൻ ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഇമേജ് എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നതിന് നമുക്ക് ഒരു ആഡ് കാണേണ്ടി വരും. ആ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഫ്രീ ആയിട്ട് ലഭിക്കും. നമുക്ക് ആ ഒരു ഇമേജ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് ക്ലാരിറ്റി കൂട്ടാനായിട്ടും എൻഹാൻസ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നു. അപ്പോൾ ഒരു മിൻറ്റ് AI എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പഴയ കാലത്തെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. റെമിനി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് അറിയാമായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഉപയോഗിച്ച് നോക്കാം. മിൻറ്റ് AI എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് VLC പ്ലെയർ. അതായത് VLC പ്ലെയർ ആൻഡ്രോയിഡ് നമ്മുടെ ഫോണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പ്ലേ സ്റ്റോറിലുള്ള VLC പ്ലെയർ. അപ്പോൾ ആ ഒരു VLC പ്ലെയർ ഉപയോഗം എന്ന് പറഞ്ഞാൽ MX പ്ലെയർ പോലും സപ്പോർട്ടാവുന്ന പലതരത്തിലുള്ള വീഡിയോ ഫോർമാറ്റുകൾ, ഓഡിയോ ഫോർമാറ്റുകൾ ഈ ഒരു VLC പ്ലെയറിൽ സപ്പോർട്ടാവും. നമുക്കറിയാം, നമ്മൾ പല സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് EAC3 ഓഡിയോ നോട്ട് സപ്പോർട്ടഡ്, അത് സപ്പോർട്ടഡ് ഫോർമാറ്റഡ് അല്ല, അതുകൊണ്ട് ഓഡിയോ പ്ലേ ആവത്തില്ല MX പ്ലെയറിൽ പല വീഡിയോസിൻ്റെയും. അപ്പോൾ അങ്ങനെ പ്ലേ ആവാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് VLC പ്ലെയർ. പ്ലേറ്റ് എന്ന് പറഞ്ഞ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷനകത്താണെങ്കിൽ പോലും ഈ ഒരു ഓഡിയോ ഫോർമാറ്റ് സപ്പോർട്ട് ആവത്തില്ല. നമ്മുടെ ആൻഡ്രോയിഡിൽ നമുക്ക് മിക്കവാറും എല്ലാത്തരം ഓഡിയോ ഫോർമാറ്റുകളും സപ്പോർട്ട് ആവുന്ന MX പ്ലെയറിനേക്കാളും കുറച്ചും കൂടെ സപ്പോർട്ട് ആവുന്ന ഒരു വീഡിയോ പ്ലെയറാണ് VLC പ്ലെയർ എന്ന് പറയുന്നത്. പക്ഷേ MX പ്ലെയർ പോലത്തെ നല്ല എളുപ്പമുള്ള UI അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സംവിധാനങ്ങളൊന്നുമല്ല. MX പ്ലെയറിന് അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു MX പ്ലെയർ സപ്പോർട്ട് ആവാത്ത പല ഓഡിയോ ഫോർമാറ്റുകൾ സപ്പോർട്ട് ആവുന്ന നല്ലൊരു വീഡിയോ പ്ലെയറാണ് VLC വീഡിയോ പ്ലെയർ. അപ്പോൾ ഇങ്ങനെയുള്ള EAC3 ഓഡിയോ സപ്പോർട്ട് ഫോർമാറ്റ് പ്രശ്നം വരുന്ന എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഒരു ഓഡിയോ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് സപ്പോർട്ട് ആവുന്നതായിരിക്കും. പിന്നെയുള്ളതാണ് ഇമേജ് ടു PDF എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് ആ പേര് കേട്ട പോലെ തന്നെ ഒരു ഫോട്ടോനെ PDF ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും കുറേ ഫോട്ടോസ് എടുത്തിട്ട് അതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്ത് ഒരു PDF ആക്കി മാറ്റേണ്ടി വരും. ഇപ്പോൾ ഓൺലൈൻ എക്സാമൊക്കെ നടക്കുന്ന സമയത്ത് ആ ഓരോ പേജിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്ത് ഒരു ഒറ്റ PDF ആയിട്ട് അയക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇമേജ് ടു PDF എന്ന് പറയുന്നത്. നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ആ ഒരു മൊത്തത്തിൽ PDF ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എല്ലാം നമ്മുടെ ഗാലറി വഴി അല്ലെങ്കിൽ നേരിട്ട് ക്യാമറ വഴി എടുത്തിട്ട് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്കത് എഡിറ്റ് ചെയ്യാനായിട്ടും റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ എഡിറ്റ് ചെയ്തതിനെല്ലാം ശേഷം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 500 ഇമേജസ് ഒക്കെ ഒരു സമയത്ത് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിൽ അത് വർക്ക് ആവാനായിട്ട് സാധ്യതയില്ല. കാരണം ഇതെല്ലാം സേവ് ചെയ്യുന്ന റാമിലേക്കാണ്. നിങ്ങളൊരു 100 ഫോട്ടോസ് ആഡ് ചെയ്താൽ പോലും ഒരു 4 GB റാം മാത്രമുള്ള ഫോണിൽ ചിലപ്പോൾ ആ ഒരു സംഭവം ക്ലിയർ ആയി ചെയ്ത് പോകാനായിട്ട് അല്ലെങ്കിൽ ലാഗ് ആവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 100 ഫോട്ടോസൊക്കെ മാക്സിമം 100 ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു 10-70 ഫോട്ടോസൊക്കെ മാക്സിമം ഒരു സമയത്ത് ഇട്ടതിന് ശേഷം ഒരു PDF ആക്കുക. അങ്ങനെ 500 പേജുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിൽ നിങ്ങൾ PDF ആക്കുകയാണെങ്കിൽ അങ്ങനെ 70 പേജ് വെച്ച് എടുത്തതിന് ശേഷം എല്ലാം കൂടെ മെർജ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ വളരെ ഉപയോഗപ്രദമാണ്. എന്താ പറയുക, നല്ല ക്ലീൻ ആയിട്ടുള്ള UI ആണ്. പരസ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു PDF സേവ് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഡ് വരും. മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയുള്ള എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക.
അടുത്ത നാലാമത്തെ ആപ്ലിക്കേഷനാണ് വീഡിയോ ഡൗൺലോഡർ അല്ലെങ്കിൽ സ്റ്റാറ്റസ് സേവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന കാര്യമാണ്. അതായത് ഇൻസ്റ്റഗ്രാമിലെ, ഫേസ്ബുക്കിലെ, ട്വിറ്ററിലെ, ലൈക്കിയിലെ, ടിക്ടോക്കിലെ അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിലെ സ്റ്റാറ്റസ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പ് സ്റ്റാറ്റസ് സേവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വാട്സപ്പിൽ പോയ ഒരു സ്റ്റാറ്റസ് കണ്ട് ലോഡാക്കി വെച്ചതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും. വാട്സപ്പിന് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും. അവിടെ പോയിട്ട് ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്ത് നമ്മുടെ ഫോണിലേക്ക് ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ കിട്ടാനായിട്ട് ജസ്റ്റ് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് അതായത് ആപ്ലിക്കേഷൻ സെക്ഷനിലേക്ക് പോയിട്ട് ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നെറ്റ് ഓൺ ആക്കിയിട്ടുള്ള പരസ്യങ്ങൾ വരുന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല. അല്ലാതെ നെറ്റ് ഓൺ ആക്കി ഇടാൻ പറ്റത്തുമില്ല. അപ്പോൾ കുറച്ച് ചാർജൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ക്ലീൻ ആയിട്ട് പെട്ടെന്ന് തന്നെ പരിപാടി നടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഉറപ്പായിട്ട് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയാണ് നമ്മുടെ അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ അല്ല, ഒരു ഗെയിമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് ഗെറ്റ് അവേ 2 എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അടിപൊളിയായിട്ടുള്ള ഒരു ഫൺ ഗെയിമാണ് ഒരു ഗെറ്റ് അവേ 2 എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സിറ്റിയിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓടിക്കുന്നു. നമുക്ക് ഒരുപാട് വണ്ടികളൊക്കെ കിട്ടും. ആ ഒരു വണ്ടി എടുത്ത് അങ്ങോട്ട് ഓടിക്കുക, വണ്ടി തന്നെ ഓടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുന്നൊരു ഭാഗം മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പോലീസുകാർ വരും, അല്ലെങ്കിൽ എന്താ പറയുക, വലിയ ആർമിക്കാർ, വലിയ സംഭവങ്ങളൊക്കെ വരും. നമ്മൾ അവരെ രക്ഷപ്പെട്ട് തന്നിരിക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ആയി ഗോൾഡ് കോയിൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഇതിനകത്ത് ചെയ്യാനുള്ളത്. വളരെ ഫണ്ണായിട്ട് നമുക്ക് അഡിക്റ്റീവായിട്ട് പോകുന്ന, ഒരുപാട് സമയം ഇരുന്ന് കളിച്ചാലും ബോർ അടിക്കാത്ത നല്ലൊരു ഗെയിമാണ് ഒരു ഗെറ്റ് അവേ 2 എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഓരോ പുതിയ വണ്ടി കിട്ടുന്നതനുസരിച്ച് പുതിയൊരു സ്ഥലം നമുക്ക് കിട്ടും. അതായത് ഒരു സ്ഥലത്ത് ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 വണ്ടികൾ ഒരു സ്ഥലത്ത് മാത്രം കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചത്. നമുക്ക് ആ ഒരു വണ്ടി വെച്ചുകൊണ്ട് നമുക്ക് സ്ഥലം മാറ്റി സെറ്റപ്പായിട്ട് കളിക്കാനായിട്ട് സാധിക്കും. നല്ല നല്ല പുതിയ വണ്ടികൾ ഈ ഒരു പൈസ കൊടുത്ത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് നല്ല ഫണ്ണായിട്ട് കളിച്ച് തീർക്കാവുന്ന, നമുക്ക് ഒട്ടും ബോറടിക്കാത്ത നല്ലൊരു ഗെയിമാണ് ഗെറ്റ് അവേ 2 എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ആ ഒരു ഓഫ്ലൈൻ ഗെയിമാണ്. ഉറപ്പായിട്ടും ആ ഒരു ഗെയിം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷനും ഈ ഒരു അടിപൊളി ഗെയിമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കാനും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.